കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും വേഗബന്ധീശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനമറിയിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ എക്സ്ട്രോസ് മീഡിയ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഉള്ളതായ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് തുടർമാനമായി നാം ചിന്തിച്ചു വരുന്നതായി ധ്യാനിച്ചു വരുന്നതിന് വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ യൂദ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുന്ന ആവശ്യമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി എങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്ന അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ വല്ലാത്ത ലോകത്ത് അവിടുത്തെ വചനത്തിലും കൃപയിലും ജീവിക്കുവാൻ ഇവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്ട്രോസ് മീഡിയ മിനിസ്ട്രിക്കായി പാസ്റ്റർ ബാബു മാത്യു, അദ്ദേഹത്തോടെല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങളങ്ങ് വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കേൾവിക്കാർക്കായി ഇത് ഫോർവേഡ് ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനായി തീർക്കുമാറാകണമേ. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ ദൈവമുണ്ടായി കേൾക്കണമേ. സ്വർഗ്ഗപിതാവേ, ആമേൻ. ദൈവകൃപ നിൽക്കുവാൻ നമുക്ക് ആവശ്യമായ ദൈവകൃപ കർത്താവ് പകരേണ്ടതെന്ന് നമുക്ക് ചെറിയ പാടിൻ്റെ വരികൾ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അറിഞ്ഞവനെന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ. അറിഞ്ഞവനെന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ. പാരിലൻ ജീവിത യാത്രയിലെന്നെ പിരിയാതെ കൂടെ വരും നവനാ. പാരിലൻ ജീവിത യാത്രയിലെന്നെ പിരിയാതെ കൂടെ വരും നവനാ. യാണികളെ പണികളാലേ, യാണികളെ പാണികളാലേ അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. ഓ, അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. ജീവിത ഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിയിടുന്നു. അമ്മൻ ജീവിത ഭാര ചുമടുകളാകെ അവൻ ചുമന്നെന്നെ പുലർത്തിയിടുന്നു. ആകയാലാകുല ഇന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ. ആകയാലാകുല ഇന്നെനിക്കില്ല ആനന്ദമായൊരു ജീവിതമാ. ആണികളേറ്റ പാണികളാലേ, ആണികളേറ്റ പാണികളാലേ അനുദിനം അവനെന്നെ നടത്തിയിടുന്നു. ഓ, അനുദിനം അവൻ നമ്മെ നടത്തിയിടുന്നു. ഈ വല്ലാത്ത ലോകത്ത് അണിപ്പഴുതേറ്റ കരങ്ങളാൽ കർത്താവ് നമ്മെ അനുദിനം നടത്തിയിടുന്ന വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരേ, ഇതൊരു വല്ലാത്ത കാലം. ഈ ദിവസങ്ങളിലായി വിശ്വാസത്യാഗം പല സ്ഥലങ്ങളിൽ നടക്കുന്നതായിട്ട് കാണുന്നു, കേൾക്കുന്നു. പലതരമായ ഉപദേശങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായിരിക്കും. യേശു കർത്താവ് വീണ്ടും വന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. മലയാളക്കരയിലുണ്ട്, കേരളക്കരയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തായിട്ടാണെന്ന് കരുതുന്നു. അങ്ങനെ ഒരു പ്രധാനം വളർന്ന് വലുതായി വരുന്നു. അവരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് യേശു കർത്താവ് വീണ്ടും വന്നു കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ഒട്ടനവധി ആ ഭസ്മം വാരി എറിയുന്നു,
എന്തൊക്കെയാണോ നടക്കുന്നത്, പ്രസംഗിക്കാൻ നടക്കുന്നയാളെ മയക്കും കൊണ്ട് നടക്കുന്നയാളെ എല്ലാവരും പിടുത്തം പിടിക്കുന്നു, പിടിക്കുന്നവനെയെല്ലാം അടിക്കുന്നു എന്ന് വേണ്ട. വീഴുന്നു, ഉരുളുന്നു, ചിരിക്കുന്നു, ചാടുന്നു, തുള്ളുന്നു. ഇതെല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ്. അതങ്ങനെ നടക്കുമ്പോൾ ഹൈന്ദവ വേദത്തെ വെല്ലുന്നത് ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരിൽ ക്രൈസ്തവരായവർ, വിശ്വാസ ഗോളത്തിലായിരിക്കുന്നവർ, പ്രമുഖ മുഖ്യധാര പ്രവർത്തനങ്ങളിൽ സഭാ കൂട്ടായ്മകളായിരിക്കുന്നവരിൽ പലരും വിശ്വാസത്യാഗികളായി മാറുന്നു, മദ്യപാനികളായി മാറുന്നു. സുവിശേഷകർക്ക് പോലും പ്രസംഗം എന്തിനാണെന്നറിയില്ല. അതിൽ പലരും സുവിശേഷം വിട്ട് നാനാ പണിക്ക് പോകുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് അവർ പലരും ഭാരപ്പെടുന്നു. ഇങ്ങനെ പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവപൈതലേ, ഇതിന്റെ മുമ്പിൽ കണ്ടതിനെ കണ്ടില്ലെന്നും കേട്ടതിനെ കേട്ടില്ലെന്നും പറയുവാനല്ല, മറിച്ച് വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ തുടർമാനമായ യാത്രകളിലാണ് പല സ്ഥലങ്ങളിലായി. ആ സമയത്ത് കഴിഞ്ഞ ദിവസം കേട്ടതായ ഒരു അനുഭവ സാക്ഷ്യം എൻ്റെ നനയിച്ചു, ഹൃദയം നിറഞ്ഞു. വയോവൃദ്ധിയായ 92 വയസ്സ് പ്രായമായി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു അമ്മ ആ പ്രിയ മാതാവുമായിട്ട് കഴിഞ്ഞ രാത്രി ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ഒരു ഭക്തന്റെ ഭവനത്തിൽ കഴിഞ്ഞ രാത്രി കുടുംബമായി പാർക്കുവാനിടയായി തീർന്നു. എറണാകുളത്താണ്. അവിടെ തായിരിക്കുമ്പോൾ അവിടുത്തെ പ്രിയ മാതാവ് അവർ പറഞ്ഞതാണ്, അവരുടെ പിതാവ് വിശ്വാസമെന്നോ വൈപ്പിൻ എന്ന് പറഞ്ഞ ദ്വീപിൽ ആദ്യമായി വിശ്വാസം വന്ന ഒരു പ്രിയപ്പെട്ടവന്റെ മകളെയാണ് കണ്ടത്. അദ്ദേഹം അവിടുത്തെ കത്തോലിക്കരിൽ പ്രമുഖനായ ഒരുവനായിരുന്നു, മദ്യപാനിയായിരുന്നു. 32 വയസ്സുള്ള സമയത്ത് അമിത മദ്യപാനവും സമ്പത്തധികമുണ്ട്. പിന്നെ കത്തോലിക്ക സമൂഹത്തിലെ ഉന്നതസ്ഥാനം പലവിധ കാരണങ്ങളാൽ പള്ളിയിൽ അങ്ങനെ ഖ്യാതിയിൽ ആയിരുന്ന മനുഷ്യൻ ചെറുപ്പമല്ലേ, ഇതെല്ലാം അനുഭവിച്ചപ്പോൾ ഇതെല്ലാം കഴിവും എടുക്കുമാണെന്ന് കരുതി അദ്ദേഹം മദ്യപാനത്തിലേക്ക് വീണു. പള്ളിപ്പറമ്പിലാണ് അദ്ദേഹത്തിന് ഭവനം ലഭിച്ചത്. അല്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ അദ്ദേഹം ഒരു ഭവനം ചമയ്ക്കുവാൻ ഇടയായി തീർന്നു. വേണമെങ്കിൽ ആ മാതാവ് പറഞ്ഞാണ്, പണമുണ്ടായിരുന്നു, മറ്റെവിടെയെങ്കിലും വസ്തു വാങ്ങി വീട് വെച്ചിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ദൈവം അദ്ദേഹത്തെ വിശ്വാസത്തിന്റെ തീവ്രത പഠിപ്പിക്കുവാൻ, വിശ്വാസത്തിന്റെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആ പ്രിയപ്പെട്ടവനെ പള്ളിപ്പറമ്പിലാണ് വീട് വെക്കുന്നത്. അന്ന് കാലത്ത് 5 മുറിയിൽ വിസ്താരമുള്ള മുറികളുള്ളതായ വലിയൊരു ഭവനം ചമയ്ക്കുവാൻ ആ പ്രിയപ്പെട്ടവന് ഇടയായി. അദ്ദേഹം ആ സമയത്താണ് ആ ദ്വീപിൽ ആദ്യമായി ചെന്ന് സുവിശേഷം പറഞ്ഞ ഒരാളുടെ വചനം അദ്ദേഹത്തെ ഓടിക്കാൻ പോയതാണ്. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം സുവിശേഷം കേട്ടു. ആ സുവിശേഷം അദ്ദേഹത്തെ ആകെ ഇളക്കി മറിച്ചു. ആ രാത്രിയിൽ അദ്ദേഹം അസ്വസ്ഥനായി മാറി. ഒരു രാത്രിയിൽ ദൈവകൃപയാൽ പിടിക്കപ്പെട്ടു, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടു. കർത്താവിന്റെ കൽപ്പനയിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. കത്തോലിക്ക സമൂഹം അദ്ദേഹം കൂടി വന്നതായ സമുദായം ഇളകി, പള്ളിക്ക് ഭ്രഷ്ടനാക്കി, കുടുംബമായിട്ട് ഊരുവിലക്ക് ചൊല്ലി. അദ്ദേഹം പാർത്തിരുന്ന വീട്ടിൽ നിന്ന് പള്ളിപ്പറമ്പിൽ പണിതിരുന്ന അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ട് പണിതതായ ഭവനത്തിൽ അദ്ദേഹത്തെ പുറത്തിറക്കി. ആ സാധന സാമഗ്രികളെല്ലാം എടുത്ത് വഴിയിലിട്ടു. അദ്ദേഹം നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് മറ്റുള്ളവർ പലരും അദ്ദേഹത്തെ സഹായിക്കാനായി കടന്നു വന്നു. അങ്ങനെ ഒരു ഹൈന്ദവ സമൂഹത്തെ പശ്ചാത്തലത്തുള്ള മനുഷ്യൻ അദ്ദേഹത്തെ താമസിപ്പിക്കുവാൻ തക്കണം സ്ഥലം കൊടുത്തു. അവിടെ ചെറിയ മാടം അദ്ദേഹം പണിതു. അവിടേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ ഈ പള്ളിപ്രമാണികൾ സമുദായക്കാർ അറിഞ്ഞിട്ട് ഈ ഹൈന്ദവ സ്നേഹിതനെ ഭീഷണിപ്പെടുത്തി. കാരണം എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിന് പപ്പുവിന് വീട് അദ്ദേഹം താമസത്തിന് ഇടം കൊടുത്താൽ നിങ്ങൾ ഒറ്റപ്പെടുത്തും, നിങ്ങളുടെ ഹൈന്ദവ സമൂഹക്കാരെ മുഴുവൻ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അന്ന് ആ സമുദായം അവിടെ വളരെ പ്രബലമായിരുന്നതുകൊണ്ട് അക്രൈസ്തവനായ പ്രിയപ്പെട്ടവൻ പേടിച്ചുപോയി. അപ്പോൾ ഈ വിശ്വാസം പറഞ്ഞ്, സാരമില്ല സഹോദര, ഭാരപ്പെടണ്ട, എന്നെ വിളിച്ചിറക്കിയ ദൈവം എന്നെ പുറത്തു. ഇന്നല്ല പ്രിയമുള്ള, വർഷങ്ങൾക്ക് മുമ്പ്
വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രിയ മാതാവിന് 12 വയസ്സുള്ളപ്പോഴാണ് ഇത് നടക്കുന്നത്. ഇന്ന് 92 വയസ്സ്. അങ്ങനെയെങ്കിൽ ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ്, ക്ഷമിക്കണമേ, നടന്നത്. ഇന്നേക്ക് 80 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസ സമൂഹത്തിലുള്ളവരെ ആത്മീയ ഗോളതകളെ കാണാനില്ല, അങ്ങോ ഇങ്ങോയുള്ളവർ മാത്രം. അങ്ങനെയുള്ള സമയത്ത് ആ പ്രിയപ്പെട്ടവൻ കർത്താവിന് വേണ്ടി വന്ന് വിശ്വാസം ഒന്ന് വില കൊടുത്തു. ഹല്ലേലൂയ. പുറത്തിറക്കി വിട്ടു. അവരെ രാത്രിയിൽ ആ വീടിന്റെ വരാന്ത, വലിയ വരാന്തകളിൽ കയറി കിടക്കും, പകല് പോയി റോഡിൽ കിടക്കും, അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളുമായിട്ട്. സ്തോത്രം. ആ മനുഷ്യനാലും പതറിയില്ല. ഈ മകളെ, ഞങ്ങൾ ഇന്നലെ കണ്ട മകളെ, ആ പ്രസവിക്കുന്ന ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദന പകല് കൊടുക്കരുതേ, രാത്രിയിൽ മാത്രം, കാരണം മറ്റാരും കാണാതിരിക്കുവാൻ. അത് അങ്ങനെ രാത്രിയിൽ ആ മകളെ പ്രസവിപ്പാനിടയായി തീർന്നു. ഒരു പായ വളച്ചു കെട്ടി അതിനുള്ളിലാണ് അമ്മ ഈ മകൾക്ക് ജന്മം കൊടുത്തത്. വളരെ വളരെ വില കൊടുത്തു ആ പ്രിയപ്പെട്ടവൻ. സമുദായം, ചുറ്റുപാടുകൾ, പിശാച് അതിനെ ബലത്തോടുകൂടി ആ പ്രിയപ്പെട്ടവരുടെ വൈപ്പിനെന്ന ആ ദ്വീപിനകത്ത് ഇളകിയാടിയെങ്കിലും ആ പാപ്പു എന്ന് പറഞ്ഞതായ അദ്ദേഹം, ആ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടു. തന്റെ ചെറുകൽ കീഴിലായി താൻ അറിഞ്ഞതാ യൂദായുടെ ലേഖനം വായിക്കുന്ന പോലെ തന്നിൽ അർപ്പിച്ചതാ താൻ അറിഞ്ഞതായ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, പോരാടുവാൻ ഇടയായിട്ട് ദൈവ അദ്ദേഹത്തെ കൃപയിൽ നിർത്തി എന്ന് മാത്രമേ പറയുവാനുള്ളൂ. സ്തോത്രം. നാം വായിച്ച വേദഭാഗമാണല്ലോ. നിങ്ങൾക്ക് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം വേണ്ടി പോരാടണം. ആ പ്രിയപ്പെട്ടവൻ പോരാടി. പ്രിയമുള്ളവരെ, അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം നിലനിന്നു. അദ്ദേഹത്തിന് തൊഴിലുകൾ നഷ്ടപ്പെടുത്തി. പക്ഷേ ദൈവം വിശ്വസ്തൻ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, അവങ്കിലേക്ക് നോക്ക് പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കുന്നതിന് പറഞ്ഞ ദൈവം ആ പ്രിയപ്പെട്ടവനെ സഹായിച്ചു. ആ ദിവസങ്ങളിൽ രാജഭരണമാണല്ലോ. അദ്ദേഹം ഒരിക്കൽ ആ വൈപ്പിൽ ഇരുന്ന കൊച്ചിയിൽ വീതിയിലൂടെ നടക്കുമ്പോൾ കൊച്ചിയിലെ ഒരു ബാങ്കിൽ, കൊച്ചിൻ ബാങ്ക് എന്ന ബാങ്കിന്റെ മേലുദ്യോഗസ്ഥൻ ഈ പ്രിയപ്പെട്ടവനെ കണ്ടു. ആ ബാങ്കുമായിട്ട് ഇടപെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ അകത്തൊരു പ്രേരണ കിട്ടി. അദ്ദേഹത്തിന്റെ ശിവായിയെ വിട്ട് ഈ നമ്മുടെ വിശ്വാസിയെ ബാങ്കിലേക്ക് വിളിപ്പിച്ചു, സംസാരിച്ചു. ഈ പറഞ്ഞു, നിങ്ങളെ കുറിച്ച് കേൾക്കുന്നൊക്കെ വളരെ വല്ല വേദന ഒഴിവാക്കുന്നല്ലോ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ആ മനുഷ്യനോട് അദ്ദേഹം കണ്ടെത്തിയ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, ദൈവ കൃപയെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ഒടുവിൽ അദ്ദേഹം, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഉണ്ട്, ഒരു കാര്യമുണ്ട്. ആ ദിവസങ്ങളിൽ, ആ നാളുകളിൽ വലിയ പട്ടിണിയാണ്. നമ്മുടെ കേരളം നിലനിന്നത് കപ്പ അല്ലെങ്കിൽ മരിച്ചീനി എന്ന ആ മരക്കിഴങ്ങ്, മരിച്ചീനി നിന്നാണ് നമ്മുടെ ആളുകൾ ജീവിച്ചത്. അതിന്റെ ഹോൾസെയിൽ അതിനുള്ളതായ പെർമിഷൻ അത് ആ ദിവസങ്ങളിൽ ഏതോ ഒരാൾക്ക് കൊടുക്കുവാൻ തക്കണം ഇദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പെർമിറ്റ് കിട്ടണം. ആ കൊച്ചിൻ ബാങ്കിന്റെ മേധാവി, അന്നത്തെ താലൂക്ക് സപ്ലൈ ഓഫീസർ TSO വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു പെർമിറ്റ് ഉണ്ടല്ലോ, ആർക്കെങ്കിലും കൊടുത്തോ? ഇല്ല, എനിക്ക് ഞാൻ ഒരാളെ അവിടേക്ക് വിളിയാണ്, എന്റെ ആളാണ്, അദ്ദേഹത്തിന് ആ പെർമിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, രാജകൽപ്പന പോലെ, രാജസന്ധി എന്ന പോലെ രാജാവിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്റെ വാക്ക് TSOയ്ക്ക്, താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അദ്ദേഹം ഓഫീസിൽ ചെന്നു, അദ്ദേഹത്തിന് ആ പെർമിറ്റ് കിട്ടി. അങ്ങനെ ആ ദേശത്ത് മുഴുവൻ കപ്പ വ്യാപാരം ചെയ്യുവാനിടയായി. പണം വന്നു, പദവി വന്നു, ദൈവത്തെ സ്നേഹിച്ചു, അനേക സ്ഥലത്ത് വേല വ്യാപിച്ചു. ആ മാതാവ് പറഞ്ഞ, അന്ന് അവിടെ നിന്ന് പിറവത്ത് പോകുമായിരുന്നു അത്രേ മാസയോഗം കൂടാൻ. APC സഭയിൽ അന്ന് പാസ്റ്റർ K. എബ്രഹാം, ചെറിയാൻ പാസ്റ്റർ, ഞാൻ കാണാത്ത, ഞാൻ കേട്ടുമാത്ര പരിചയമുള്ള ആളുകളെല്ലാം കൺമുമ്പിൽ കണ്ട മാതാവ് പറയാണ്, ഇവരൊക്കെയാണ് വന്നത്, അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു, സുവിശേഷം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ആനന്ദ നൃത്തം ചവിട്ടി ദൈവകൃപയിൽ മുന്നേറുവാൻ ഇടയായി തോന്നുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ആ കുടുംബം പോരാടിയതുകൊണ്ട് ദൈവം ആ കുടുംബത്തെ സഹായിച്ചു. അവരുടെ തലമുറകൾ, ഈ അമ്മ ഇവിടെ ഉണ്ട്, അമ്മ വിവാഹം കഴിച്ചെങ്കിൽ പ്രിയമാതാവ് വിവാഹം കഴിച്ചിട്ട് പെട്രോളോ ജോലിക്കാരായിരുന്നു. ആ പ്രിയമാതാവിന് ലക്ഷറി ബോർഡ് ജോലി കിട്ടി. സ്തോത്രം. ഇന്ന് മകനോടൊപ്പം, മകളോടും കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ പാർക്കുന്നു.
പ്രിയമുള്ളവരെ, അവരുടെ കുടുംബങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ആ ഭൗതികമല്ല, ആത്മീയത്താൽ. ഭൗതികം പിന്നെ വരുന്നു. ആ പ്രിയ മാതാവിന്റെ എല്ലാം സമ്പത്ത് വർദ്ധിച്ചു. ഇന്നും നല്ല ദൈവകൃപ നിൽക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഇന്ന് പകലിലും ഹല്ലേലൂയ മാതാവിനോട് അവരുടെ മകളോട് കുടുംബത്തോടും വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായത് വലിയ ഒരു പദവിയായി എളിയവൻ കാണുന്നു. സ്തോത്രം. ഇപ്പോഴൊക്കെ വിശ്വാസത്തിന് വേണ്ടി വന്ന പാടാനും പ്രാർത്ഥിക്കാനും തുണയായി നിൽക്കുവാൻ ആളുകൾ ആവശ്യം പോലുണ്ട്. എന്നാൽ കൂട്ടിനും കൂട്ടായ്മയ്ക്കും ഒരാൾ പോലും ഇല്ലാത്ത സമയത്ത് ഹല്ലേലൂയ വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയും അന്ധകാരത്തിലെ സകല ശക്തികളും ആ പ്രിയപ്പെട്ടവർക്ക് വിരോധമായി ആഞ്ഞടിച്ചപ്പോൾ പതറാതെ ദൈവകൃപ നിൽക്കുവാൻ ഇടയായി തീർന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഹല്ലേലൂയ, പുറപ്പാട് എക്സോഡസ് ആ മീഡിയ മിനിസ്ട്രിയിലൂടെ സ്തോത്രം പുറപ്പാടിന് വേണ്ടി കാഹളം ധ്വനിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറി ഹല്ലേലൂയ വാനഗോളങ്ങളെ താണ്ടി നാല് കർത്താവിനോടൊപ്പം സ്തോത്രം എത്തിച്ചേരുവാൻ തക്കണം, താല്പര്യപ്പെടുവാൻ തക്കണം ആഗ്രഹിച്ചു തുടങ്ങിയതായ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളേവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പക്ഷേ ഇന്ന് അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. അതേ പ്രിയരെ, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഏലിയാവ് പറഞ്ഞത്, ഏലിയാവിനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതാണ് എനിക്ക് പറയുവാനുള്ളത്. ഏലിയാവ് പറഞ്ഞു, പിതാവേ ദൈവമേ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും ബാലനെ മുഴങ്കാലുമടക്കി അവനെ ചുംബിച്ചവരാണ്. ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്തവൻ ആരുമില്ല നാഥ, ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. കാരണം പറയുവാനുള്ളത് സ്തോത്രം. അന്ന് തീഷ്ണതയോടെ ദൈവദാസൻ കർത്താവ് പറഞ്ഞു, ഇല്ല ഏലിയാവേ, ബാലിന് മുട്ടുമടക്കാത്ത അവനെ ചുംബിക്കാത്ത 7000 പേർ ഇന്നിവിടെ ഉണ്ട്, ഈ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നും വിശ്വാസ ഗോളത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയ ദൈവദാസിമാർ, വിശ്വാസികൾ പലരും വീണ്ടുപോയൊരു പോർക്കളമാണ്. ഇന്ന് ഈ സമയത്ത് ഈ മെസ്സേജ് നൽകുമ്പോഴും വീണ്ടുപോയവരുടെ വലിയൊരു കൂട്ടത്തെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന 10,000 ലക്ഷങ്ങൾ ഈ ലോകത്തുള്ള നാഥന് വേണ്ടി നിൽക്കുന്ന ഭാരതത്തിൽ, നൈജീരിയയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂട്ടക്കൊലയിൽ, അർമേനിയയിൽ പല സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആയിരങ്ങൾ നിത്യത പ്രാപിച്ചു. അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചു. അവരുടെ പെൺകുഞ്ഞുങ്ങളെ, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ജീവനോട് അവർ ചുട്ടു. എങ്കിലും ലഭിച്ച വിശ്വാസം നിന്ന് യേശു ഈസ് ലോർഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ, യേശു കർത്താവിന്റെ ദൈവം രക്ഷകനാണെന്ന് പറഞ്ഞ് ജീവൻ കൊടുത്ത, ബലം കൊടുത്ത ആയിരങ്ങൾ, 10,000 ലക്ഷങ്ങൾ ഇന്ന് ഈ നൂറ്റാണ്ടിൽ, ഈ 2024 ജൂൺ മാസത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഹല്ലേലൂയ. വിസ്താര സമയത്ത് ഞാൻ എല്ലാം വിടുന്നു, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം വേണ്ടി പോരാടണം. കണ്ടത് കണ്ടില്ലെന്നും കേട്ടത് കേട്ടില്ലെന്നും പറയുവാനൊക്കെ ഇടയായിത്തീരുന്നത്. അങ്ങനെ പറഞ്ഞ ഒത്തിരി പേരെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ചിലരെ ചൂണ്ടിക്കാട്ടി അങ്ങനെ നാം ആകാതിരിപ്പാൻ, ദൈവകൃപ നിൽക്കുവാൻ ഒരു പ്രബോധനമാണ് ഈ വചന ശുശ്രൂഷ. അത് നമുക്ക് ആദ്യം കാണുന്നത് കണ്ടത് കണ്ടില്ലെന്ന് പറഞ്ഞത്, ചെയ്തത് ചെയ്തില്ലെന്ന് പറഞ്ഞ ഒന്നാമത്തെ ആള് കയീനാണ്. ദൈവം ആദ്യം ചോദിച്ചത് ആദമിനോടാ. പിന്നെ ആദം അവിടെ ഉരുണ്ട് വീണ് ഒരു പരുവത്തിൽ മെഴുകുവെക്ക് പറഞ്ഞു, എന്നോട് കൂടി ഇരിക്കാൻ തന്ന ഉണ്ടല്ലോ സ്ത്രീ, അവള് തന്നു, ഞാൻ തിന്നു. പിന്നെ അവിടെ തള്ളി പറഞ്ഞു, ഒന്ന് ഉരുണ്ടെന്നുള്ളൂ. ഭാര്യയോട് ചോദിച്ചപ്പോഴും അതൊക്കെ തന്നെ പറഞ്ഞത്. ഞാനായിട്ടൊന്നുമില്ല, പിശാചെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നു. അങ്ങനെ അവർ പിശാചിന്റെ മേലും ഭാര്യയുടെ മേലും പഴിചാരിയെങ്കിലും ഇവിടെ പച്ചയ്ക്ക് പറയുക, നട്ടാൽ കിളുക്കാത്ത പുളി കളവെന്ന് പറയുന്ന പോലെ പച്ചയ്ക്ക് സർവശക്തനായ ഹല്ലേലൂയ സ്തോത്രം, കണ്ണും കാതുമുള്ള അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, ആരെയും വിടാത്ത ആ മഹാദൈവത്തിനു മുമ്പിൽ കയീൻ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യത്തിലാണ് നാം അത് കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. വേദപുസ്തകമുള്ള എല്ലാവരും എടുത്താട്ട് നമുക്ക് അതിലൂടെ ഗോ ത്രൂ ദ ബൈബിൾ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാലേ
ക്ഷമിക്കണേ, 9-ാമത്തെ വാക്യം. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ നിന്റെ അനുജന്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. ഒന്ന് കള്ളവും പറഞ്ഞു, പിന്നെ കർത്താവ് ദൈവത്തെ ചോദ്യം ചെയ്യുക. ദൈവം തന്നെ കയീനോട് പറഞ്ഞു, കയീനെ നിന്റെ മുഖം വാടുന്നത് എന്താ? നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ലഭിക്കുമായിരുന്നല്ലോ. നീ ഇപ്പൊ നന്മ ചെയ്യാതെ ദൈവപ്രസാദം ലഭിക്കാത്തതുകൊണ്ടല്ലേ മുഖം വാടിയത്. എന്നിട്ട് പറഞ്ഞു, പാപത്തിന്റെ വാദങ്ങൾ കിടപ്പുണ്ട്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നേരെ ജയിക്കണം കേട്ടോ. ഇതൊക്കെ പറഞ്ഞു, അതായത് മരണത്തിന്റെ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ആത്മാവ് നിന്റെ പുറകെ വന്നിട്ടുണ്ട്. ദൈവപ്രസാദം ലഭിക്കാതെ സഹോദരനോടും മറ്റുള്ളവരും കയർക്കുന്നവന്റെ മേൽ പിശാച് ഉരുണ്ട് കയറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ നിൽക്കുന്നത് ദൈവം കണ്ടു പറയുക. അന്ന് പ്രവാചകന്മാരാരുമില്ല, ദൂതനെ വിട്ടിട്ടില്ല. ദൈവം തന്നെ പറഞ്ഞു, കയീനെ, പാപത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് ദൈവം വ്യക്തം സ്പഷ്ടമായി പറഞ്ഞു. അത് കേട്ട കയീൻ ഹാബേൽ പറഞ്ഞു, അനുജ വാ, നമുക്ക് വയൽ വരെ പോകാം. ജ്യേഷ്ഠനല്ലേ വിളിച്ചത്. അവന്റെ അകത്തെ കുടിലതന്ത്രമോ അവനിൽ വ്യാപരിക്കുന്ന പൈശാചിക മന്ത്രമോ പൈശാചിക തന്ത്രങ്ങളോ അറിയാതെ പാവം പരമാർത്ഥിയായ സഹോദരൻ അനുജൻ അവനും അദ്ദേഹത്തോടൊപ്പം വയലിലേക്ക് പോകാനിടയിരുന്നു. അവിടെ ചെന്നപ്പോഴോ വയലിൽ അഞ്ജനായ ഹാബേലിനോട്, അവർ വയലിരിക്കുമ്പോൾ കായിന്റെ അഞ്ജനായ ഹാബേലിനോട് കയർത്തു. അഞ്ജനത് കേട്ടു, വയലിൽ ചെന്നു. ഹാബേൽ അഞ്ജനോട് കയർത്തു, അവനെ കൊന്നു. ദേഷ്യത്തിൽ, കോപത്തിൽ ഹാബേലിനെ കൊന്നു. ആരാധനയ്ക്ക് പോയവനാണ്. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം, ന്യായപ്രകാരം ആരാധനയ്ക്ക് പോയി ദൈവപ്രസാദം ലഭിക്കാത്തവൻ കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാല് സൂക്ഷിക്കണം. തത്രപ്പാടിൽ നീയൊന്നും കയറി വിളിച്ചു കൂവരുത്, വിളിച്ചു പറയരുത്. ദൈവ സ്വർഗത്തിലും നീ ഭൂമിയിലുമാണ്. സ്തോത്രം. അതുകൊണ്ട് അതിവേഗം ഒന്നും പറയരുത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിക്കുന്നു, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തുനിന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായികയല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവസ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തീരുമാനം പറയാൻ ഒന്ന് ശങ്കിക്കണം കേട്ടോ. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എന്റെ ഭാര്യയ്ക്ക് അവൾ ജോലി ചെയ്ത സ്ഥാപനത്തിന് കുറച്ച് അരിയേഴ്സ് കിട്ടാനുണ്ട്, അത് പ്രോവിഡന്റ് ഫണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് രൂപ കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ ഏകദേശം 80,000-ഓളം രൂപയുണ്ട്. വേറെ കുറച്ച് അതൊക്കെ കിട്ടി അത് പ്രാർത്ഥിക്കാൻ പറയും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വിളിച്ചു പറയും, ഒടുവിലാണ് പറഞ്ഞത്, എന്താ പ്രാർത്ഥിക്കേണ്ടത്? പറഞ്ഞു, ഇനി എപ്പോഴും പണത്തിന്റെ കാര്യമാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഏതായാലും പ്രാർത്ഥനയ്ക്ക് ദൈവം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഓരോന്നോരോ റിലീസ് ചെയ്തു തന്നിട്ട് കുറെ നാളായിട്ട് പിന്നെ ഒന്നും റിലീസ് ചെയ്യുന്നില്ല. ഒരു 6 മാസം കഴിയുമ്പോൾ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം. എന്താ വിഷയം? അതിങ്ങനെയാണ്. അത് അവസാനത്തെ പറഞ്ഞു, എന്റെ ഭാര്യയുടെ പ്രോവിഡന്റ് മറ്റ് അരിയേഴ്സ് കിട്ടാണ്ട് 80,000 രൂപയുണ്ട്. അത് കിട്ടിയാൽ, തടസ്സം എനിക്ക് മനസ്സിലാവുന്നത്, കിട്ടിയാൽ ഞാൻ ഹോള് ആ തറ മുഴുവൻ ഞാനത് പിന്നെ ടൈൽസിൽ അതിന് അത് മതി. ഏകദേശം 60,000 രൂപ ഉണ്ടെങ്കിൽ മതിയാകും. പിന്നെ ഞാൻ നന്നായിട്ട് അതേ പറഞ്ഞ വാക്ക് അടിപൊളിയായിട്ട് ഇട്ടേക്കാം. കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ദൈവനാമത്തിന് ഹോളിന് അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചില്ല. അദ്ദേഹം അത് അങ്ങനെ ചെയ്യുന്നു. അദ്ദേഹം കൂടി നടക്കുന്ന ഹോള് മനോഹരമാവുമല്ലോ. എന്തു ആകട്ടെ, പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, പണം കിട്ടി. കിട്ടിയ കാര്യം മാത്രം ദൈവദാസ് ഞാൻ അറിഞ്ഞില്ല. നാളുകൾക്ക് ശേഷം എപ്പോഴോ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, ആ ബ്രദറെ എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കും, ഇപ്പം വിളിയും പറിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്നും പറയുക, നമ്മുടെ വചനമെന്നാണല്ലോ പറഞ്ഞത്, രോഗിക്കല്ലേ വൈദ്യരെ കൊണ്ട് ആവശ്യമുള്ളൂ. രോഗമില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആശുപത്രിയിൽ പോകുമോ? സ്തോത്രം. വണ്ടിക്ക് കേടില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകുമോ?
സാധനങ്ങൾ തീരുമ്പല്ലേ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞല്ലേ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതേ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല മാസ്റ്റർ ഇപ്പൊ സുഖമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാ വരുന്നത്. അന്ന് ഒരു പണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, എന്തായി അത് കിട്ടിയോ? നിങ്ങളുടെ ഹോള് ടൈറ്റ്സ് കിട്ടോ? ചിരിച്ച് ഒരു പഴഞ്ഞൻ ചിരി ചിരിച്ച് അദ്ദേഹം പറഞ്ഞു കിട്ടി മാസ്റ്റർ പണം കിട്ടി. എന്നാ പിന്നെ ഇപ്പൊ ഹോള് മനോഹരമായി കാണുള്ളൂ. അതാ ഈ ഓട്ടോറിക്ഷ. ആ 80,000 രൂപ കൊടുത്ത് ബാക്കി രൂപ ഇട്ട് അദ്ദേഹം നല്ല സുന്ദരനൊരു ഡീസൽ ഓട്ടോറിക്ഷയും എടുത്ത് അദ്ദേഹം ഓടി ജീവിക്കുക. ഇപ്പൊ അയ്യോ തെറ്റുള്ള കാര്യമല്ല കേട്ടോ. അത് ഓട്ടോറിക്ഷ വാങ്ങിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മേടിക്കുന്നതൊന്നും തെറ്റല്ല. പക്ഷേ നേരത്തെ വിളിച്ച് പറഞ്ഞത് ആ പണം കിട്ടിയാൽ ഞാൻ ഹോളിന് ടൈൽസ് ഇടുന്ന. അതുകൊണ്ടാ തിരുവനന്തപുരം പറഞ്ഞത് നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാല് സൂക്ഷിക്കുക. മൂഢന്മാർ പറയുന്നതിനേക്കാൾ നല്ലത് അടുത്ത് നിന്ന് കേൾക്കുന്നത് നല്ലത്. അത് പരിജ്ഞാനമില്ലായ്മ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധി വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ചാടിക്കേറി പറയരുത് കൊടുക്കാമെന്ന്. ചാടിക്കേറി പറയരുത് അത് ചെയ്തു കളയാമെന്ന്. സ്തോത്രം. അതെന്തുമാകട്ടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം ഭാഗം ചാടിക്കേറി ഹൃദയത്തിലൊന്നും പറഞ്ഞു കളയരുത് കർത്താവെ ചെയ്തേക്കാമെന്ന്. ഒടുവിൽ സാധനം കൈ കിട്ടുമ്പോൾ ചെയ്യത്തില്ല കേട്ടോ, അത് നിനക്ക് ദോഷമായി വരും. ഞാൻ ഈ പറഞ്ഞ സഹോദരൻ ഇപ്പൊ ഇതുവരെ ദോഷമൊന്നും കണ്ടില്ല കേട്ടോ. എന്നാൽ അത് വരാതിരിക്കട്ടെ. എന്നാൽ ദോഷം വന്നവരെ നമുക്ക് കാണാൻ പറ്റും. അതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം കാണുന്ന ഒരു അനന്യാസും സഫീറായും. ആദിമസഭയുടെ ഒരു പ്രവർത്തനമായിരുന്നു. വസ്തുവകയുള്ളവരെല്ലാം അവർ വിറ്റ് അത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കും. ആവശ്യക്കാർക്ക് പകുത്തു കൊടുത്തു. പിള്ളേരെ പഠിപ്പിക്കാനും വീട് വെക്കാനും ഓല കെട്ടാനും ഇതര കാര്യങ്ങൾക്കും ആ തുക ദൈവദാസന്മാർ പത്രോസും കൂടെയുള്ളവരും ആ തുക വീതം വെച്ചു കൊടുത്തു. അങ്ങനെ അവിടെ ഇല്ലായ്മക്കാരും ഇല്ലായിരുന്നു, പട്ടിണിക്കാരും ഇല്ലായിരുന്നു. എന്നാൽ പിന്നത്തേക്ക് കാര്യം മാറി. കൊരിന്ത് സഭയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാര്യം മാറി. അവിടെ ഭക്ഷണം കഴിക്കുന്നതിനും ഭക്ഷണം കഴിക്കാത്തതിനും നമ്മൾ അന്തരമുണ്ടായി. എന്നാൽ ആദിമ സഭയിൽ യെരൂശലേമിലെ സഭയിൽ ഇങ്ങനെ അന്തരം ഉണ്ടായിരുന്നില്ല. ഇല്ലായ്മക്കാരില്ലായിരുന്നു. സകലവും പൊതുവകയായിരുന്നു. എനിക്കുണ്ടെങ്കിൽ നിനക്കുണ്ട്, നിനക്കുണ്ടെങ്കിൽ നമുക്കുണ്ട്. ആ തരത്തിൽ ദൈവസഭ അനഗ്രഹീതമായ സോഷ്യലിസം സമത്വ സുന്ദരമായ ഒരു അനുഭവം ദൈവസഭയ്ക്കകത്ത് പോവുകയായിരുന്നു. എന്നാൽ ആ സമയത്താണ് പിശാച് അനന്യാസിന്റെ സഫീറിന്റെ ഉള്ളിൽ കയറി. അവർ തീരുമാനമെടുത്തു. ദൈവസഭയിൽ ദൈവത്തിന് തീരുമാനമെടുത്തു. ഒരു കാര്യം ഞാനും ഈ ഓർത്തോളം ഭാര്യയും ഭർത്താവും കൂടുന്നിടത്ത് ദൈവമുണ്ട്. 2 or 3 പേർ കൂടുന്നിടത്തൊക്കെ കർത്താവുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അവർ തീരുമാനമെടുത്തു. എല്ലാരും കൊണ്ടുവന്നു ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്നു. നാം അത് ചെയ്തില്ലെങ്കിൽ മോശമാകത്തില്ലേ, ദോഷമല്ലേ? അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വസ്തുത വിൽക്കാം. ഓക്കെ, വിറ്റു. മുഴുവൻ വിറ്റോ? അവർക്ക് താമസിക്കാനുള്ള വീട് നിർത്തിയാണെന്നല്ലോ, ഏതായാലും വിറ്റു. വിറ്റ് പണം മുഴുവൻ കിട്ടി. കൈ കിട്ടിയപ്പോഴാണ് അവരുടെ അകത്ത് ഒരു അങ്കലാപം, ഒരു ചായച്ചോ. ഇത്രയും കൊടുക്കണോ? ഇത്രയും ആവശ്യമുണ്ടോ? അവർ തീരുമാനിച്ചു ഇത്രയത്തിന്റെ ആവശ്യമൊന്നും വരില്ല. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കൊല്ലം തട്ടാനെയും കൂടെ പഠിക്കുന്നതും തമ്മിൽ ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവ് അന്വേഷിച്ച് എനിക്ക് ഇത്രയൊന്നും ആവശ്യം വരില്ല. അതുകൊണ്ട് കാര്യം ചെയ്യാം, കുറച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഒരു കൈ നമ്മുടെ കീഴിലിരിക്കണ്ടേ? ഒരാവശ്യം വന്നാലോ ഈ അപ്പോസ്തലന്മാരെ ഒപ്പിച്ചത് വായുമ്പോ തിരിക്കണ്ടായോ? നമ്മുടെ കയ്യിൽ നമ്മുടെ തലക്ക് കീഴിരുന്നാൽ നന്നായിരിക്കുമല്ലോ. ഓക്കെ, നന്നായിരിക്കും. അവരതിനൊരു വീതമെടുത്ത് മാറ്റി വെച്ചിട്ട് ഭാര്യ ഭർത്താവിനെ പ്രാർത്ഥിച്ചു, അച്ഛാ കൊണ്ടു കൊടുത്തേച്ച് വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പത്രോസ് ചോദിച്ചു, ഹല്ലേലൂയ, സ്തോത്രം, അനന്യാസേ ഇത്രയ്ക്കാണോ വസ്തു വിറ്റത്? മറുപടി പറയാൻ സമയം കൊടുത്തില്ല. നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചതെന്ത്? അത് വിൽക്കുന്നതിന് മുമ്പ് നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷം നിന്റേതല്ലായിരുന്നോ? എന്തിനാ നീ വ്യാജം കാണിച്ചത്? അതുകൊണ്ട് നീ അനാവശ്യമായി ഉണ്ടാക്കി വെച്ചത് അനുഭവിക്കാൻ ആദ്യം 1 മണി എടുത്തുണ്ണാൻ ഒക്കത്തില്ല മോനെ. മോനെ നിർത്തില്ല കേട്ടോ, ഇത്രയും പറഞ്ഞുള്ളൂ. താഴെ വീണ അപ്പോഴേ മരിച്ചു. ഒരു പാട്ട് പാടി അടയ്ക്കാനുള്ള സമയം കൊടുത്തില്ല. ഭാര്യയ്ക്ക് അന്ത്യചുംബനത്തിന് അനുമതി ഉണ്ടായില്ല. അന്ന് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താങ്ങായിരുന്ന ചെറുപ്പക്കാരകത്ത് വന്നു. വീണ് മരിച്ചു കിടക്കുന്നതിനെ കണ്ട് അവരെ എടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ടു. ഈ വിവരം ദുഃഖമണി ആരും അടിച്ചില്ല.
പോകുന്നേ എന്നുള്ള പാട്ടും ആരും പാടിയില്ല. സമയമായിരുന്ന പാട്ട് അന്നുണ്ടോ എനിക്കറിയില്ല, അന്നില്ല. ഈ വക ഒന്നും നടന്നില്ല. ഇതൊന്നും അറിയുന്നില്ല. ഭർത്താവ് പോയി കുറെ നേരം കണ്ടില്ല. ശ്ലാഘ്യം മേടിക്കുവാൻ, അപ്രിഷിയേഷൻ മേടിക്കുവാൻ, അനുമോദനം വാങ്ങുവാൻ ഭാര്യയും ദൈവസന്നിധിയിൽ ചെന്നു. പത്രോസ്, സഫീറായേ, നിങ്ങളിങ്ങനെ ഒരുമിക്കുവാൻ നിങ്ങളുടെ ഹൃദയം പിശാച് കവർന്നതെങ്ങനെ? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടിട്ട് കാലുണ്ട്, നിന്നെ അവർ കുഴിച്ചിട്ടോളൂ, താഴെ വിടും, മരിച്ചുപോയി. അവളെയും കൊണ്ട് കുഴിച്ചിട്ടു. എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിൽ നാം കാണുന്നത് യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ളവരും അല്ല തബീഥ മരിച്ചപ്പോഴും ഒക്കെ അവര് കൂടെ വന്നിരുന്ന് സ്തോത്രം ആ പലതും പറഞ്ഞു. സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കിയപ്പോൾ, എല്ലാവരും അറിഞ്ഞടക്കിയപ്പോൾ, ദൈവസന്നിധിയിൽ മൂഢതരം കാണിച്ച മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് നിന്ന് കേൾക്കാൻ നല്ലതെന്ന വചനമാകിയാൽ മൂഢൻ ആ പോഷ്കത്വം പൊടിച്ച പോഷ്കിലേക്ക് തിരിഞ്ഞ അനന്യാസിനും സഫീറായിക്ക് നല്ലൊരു അടക്കം പോലും കിട്ടിയില്ല. ഒരു മനുഷ്യൻ അറിഞ്ഞതുമില്ല. അപ്പോ നാം ചാടിക്കയറി പറയുന്നതിനേക്കാൾ നല്ലത് സ്തോത്രം കർത്താവ് പറയുന്നു, നീ അടുത്തുനിന്ന് കേൾക്കുന്നത് നല്ലത്. എന്നാൽ പഴയ നിയമത്തിന് പഴയ പുസ്തകത്തിന് ഇതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം അതെങ്ങനെയല്ല. ഒരു മകൾ, ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ ദൈവം ഇന്നിന്റെ പോലെ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം ഒരു തീരുമാനമെടുത്തു. അത് അപ്പനും അമ്മയും ഒന്നും അറിയാതെ എടുത്ത തീരുമാനമാണ്, കൊടുക്കുന്ന കാര്യത്തിലാണ്. പക്ഷേ ശമ്പളം കിട്ടി അല്ലെങ്കിൽ വസ്തുവക എന്നുള്ള ആദായം കിട്ടി, ആ തുക അല്ലെങ്കിൽ ആ ധാന്യം ഭവനത്തിലെത്താതെ പള്ളിയിൽ ചെന്നപ്പോൾ, ആലയത്തിൽ ചെന്നപ്പോൾ, സിനഗോഗിൽ ചെന്നപ്പോൾ, വീട്ടിലെത്താതെ വന്നപ്പോൾ അപ്പനറിഞ്ഞു. അദ്ദേഹം മകളെ വിളിച്ചു. പേരെന്ത്? അച്ചാമ്മയെന്നോ, എസ്തറെന്നോ, നവോമിയെന്നോ, പഴയ എന്തുവാകട്ടെ, എലിസബത്ത് എന്നോ, മറിയെന്നോ വിളിച്ചു. മകളെ വരിക. എന്താ അപ്പ? എവിടെ നിന്റെ പണം? എവിടെ നിനക്ക് ലഭിച്ച ധാന്യം? എവിടെ നിനക്ക് ലഭിച്ച വസ്ത്രം? എവിടെ? നൂറ് നൂറ്റത്. അവളുടെ വേതനം, അവളുടെ വേജസ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ, അപ്പ ഞാനത് ആലയത്തിൽ കൊടുത്തു. അദ്ദേഹം അത് കേട്ടു, പക്ഷെ പ്രതികരിച്ചില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് പറഞ്ഞു, മേലാൽ ഇനി കൊടുക്കാൻ പാടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുന്ന അപ്പൻ ശപിക്കപ്പെടുമെന്നാ. ബൈബിളിലെ ആ വാക്ക് ഞാൻ എടുക്കുന്നില്ല. അപ്പൻ ശപിക്കപ്പെടുവനായി മാറും. ആ സ്ത്രീ വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിൽ നിന്നു. അവിടെ കന്യാകാലത്തിൽ ദൈവവുമായെടുത്ത തീരുമാനം ഭർത്താവ് അറിഞ്ഞപ്പോൾ അദ്ദേഹം അന്നേരം വേണ്ടിയില്ല. പിന്നെ കുറെ കഴിഞ്ഞു, കുടിക്കാരനായത് കൂട്ടിക്കോ, കുടിക്കാൻ പണമില്ലാതെ വന്നപ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ധാന്യമില്ലാതെ വീട്ടിൽ പട്ടിണി വന്നപ്പോൾ പറഞ്ഞു, നോ, ഇനി സിനഗോഗിൽ കൊടുക്കാൻ പാടില്ല, ഇനി ദൈവനാമത്തിൽ കൊടുക്കാൻ പാടില്ല, ഇനി ദശാംശം പാടില്ല, സ്വതന്ത്രകാഴ്ച പാടില്ല, ഇവിടെ തികയുന്നില്ല, പിന്നെ നീ എന്തിനാ കൊടുക്കുന്നേ എന്ന് പറഞ്ഞാൽ അതാ പറയുന്ന ഭർത്താവിന് കേടായി മാറും. സ്തോത്രം. പ്രിയമുള്ളവര്, അതുകൊണ്ടൊരു കാര്യം നാം പറയുമ്പോൾ തീരുമാനം എടുക്കണം, പിന്നെ ചെയ്യാതിരുന്നാൽ അത് ദോഷമായി മാറും. ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ദൈവത്തിന് നമ്മുടെ ഒന്നും വേണമെന്നില്ല. കർത്താവ് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? പർവ്വതങ്ങളിലെ 1000 കാടുകളിലെ സകലവും, കടലിലെ ആറ്റിലെ സകല മത്സ്യങ്ങളും എന്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? നിന്റെ തൊഴുത്തിൽ നിന്ന് കാളയോ ആട്ടുകൊറ്റയോ ഞാൻ എടുക്കത്തില്ല, അതിന്റെ രക്തം ഞാൻ കുടിക്കത്തില്ല. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടേ ചെയ്യുന്നുള്ളൂ, എനിക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതാ ദൈവത്തിന്റെ പ്രമാണം. അതുകൊണ്ട് ദൈവസന്നിധി ചെന്നാൽ ഒന്നും കൊടുത്തില്ലേ, നോ പ്രോബ്ലം. പിന്നെ വെറും കയ്യാ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും കർത്താവിന് കുഴപ്പമൊന്നുമില്ല. ചെറുതായി പോയോ, 2 കാശിട്ട വിധവയോട് പറഞ്ഞു അവൾ മുഴുവൻ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവൾ. സ്വച്ഛജടാമാംസി തൈലം യേശു കർത്താവ് തലമേൽ പൂശിയെന്നെ പറഞ്ഞു. ഇവളെ കുറിച്ച് ലോകമെങ്ങും പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. കൊടുത്തില്ലയോ? ഓക്കെ. നൽകിയോ? നന്നായിരിക്കട്ടെ. നീ വിതയ്ക്കുന്നത് പോലെ നീ കൊയ്തെടുക്കും. അല്പമായി വിതയ്ക്കുന്നവൻ അല്പമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്ന ലോഭമായി കൊയ്യും. അധികമായി വിതയ്ക്കുന്നവൻ അധികമായി കൊയ്തെടുക്കും. ഒരു പറ വിതച്ചാൽ
ഒരു പറയ്ക്കുള്ളത് കിട്ടും. 10 പറ വിതച്ചാലോ 10 പറയ്ക്കുള്ളത് കിട്ടും. അത്രയേ ഉള്ളൂ. അവിടെ ദൈവത്തിന് കൊടുത്തു തോൽപ്പിക്കാനോ കൊടുക്കാതിരിക്കാൻ രക്ഷപ്പെടാനോ അതില്ല. മറ്റു വാക്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിന്റെ എടുക്കരുത്. എങ്കിലും നിർബന്ധത്താലല്ല ഇതൊന്നും പരിപാടികൾ. പറഞ്ഞത് സ്തോത്രം. അന്യാസനും സഫീറായോടും കുറഞ്ഞ ആരെല്ലാം ആവശ്യപ്പെട്ടോ? പത്രോസ് പറഞ്ഞോ? നിർബന്ധ പിരിവൊന്നും അല്ലായിരുന്നു. അത് അന്ന് കൂടി വന്ന ചിലർക്കടുത്ത് തീരുമാനം താല്പര്യവും അവർ ചെയ്തു. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. നിനക്ക് മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ യു ഡിഡ്, അതർവൈസ് നോ പ്രോബ്ലം. സ്തോത്രം. നീ ചെയ്താൽ കൊള്ളാൻ പോലെ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് വിറ്റു, ഒരു ഭാഗം മാറ്റിവെച്ചു. ഈ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്. ടൈൽസിനാൻ കൊടുത്തേക്കാമെന്ന് പൊതുവിലാ പറഞ്ഞത്. ഫോണിൽ കൂടെ പറഞ്ഞു, അല്ലാതെയും പറഞ്ഞു. പക്ഷെ ഇപ്പം ടൈലിട്ടിട്ടില്ല, ഹാളിൽ ടൈലിട്ടിട്ടില്ല. അത് വണ്ടി ഓടുക. ഓട്ടോറിക്ഷയ്ക്ക് മകന്റെയും മകളുടെയും പേര്, ഭാര്യയുടെയും പേരെഴുതി വെച്ച് ഓട്ടോറിക്ഷ ഓടുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല. ഹല്ലേലൂയ. കർത്താവിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. സ്തോത്രം. പറഞ്ഞു വന്നത്, അപ്പൊ നീ ദൈവാലയത്തിലേക്ക് ചെയ്യുമ്പോൾ വാക്ക് സൂക്ഷിക്കുക. അപ്പോൾ തന്നെ ദൈവത്തിന് പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് പോകുവാൻ ഒക്കെ ഇടയായിത്തീരണം. ഒരു കർത്തദാസനോട് പറഞ്ഞത് എനിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സഭയിലെ ഒരു വിശ്വാസി പൗലോസ് പറഞ്ഞ പോലെ അസംഗത്തോടെ എടുക്കപ്പെടുന്ന എനിക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞ പോലെ ഞാൻ ചില കാര്യങ്ങൾ പറയുക. ചില ഉദാഹരണങ്ങൾ. ചില നാളുകളായി കർത്തദാസന് സ്തോത്രകാഴ്ച പാത്രത്തിൽ ദശാംശത്തിന്റെ കവറിനകത്ത് അല്ലെങ്കിൽ വരുന്ന വരുമാനത്തിൽ കുറവ്. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി ബ്രദറെ, ഇങ്ങനെ ഈ ദിവസങ്ങളിലായിട്ട് 1-2 മാസമായിട്ട് കുറവാണല്ലോ. പറഞ്ഞ ഇനി അങ്ങനെ ആയിരിക്കും, കുറവായിരിക്കും. യോ, എന്ത് പറ്റി? ഭാര്യ സഹോദരൻ ജോലി പോയോ? അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ എന്ത് പറ്റി? കുറവുണ്ടായോ? നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ മാവുകളിൽ തൊട്ടുകയും സകലത്തെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്ത് പറ്റി? പറഞ്ഞു, എന്റെ ആളിയൻ മരിച്ചുപോയി. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. എന്റെ പെങ്ങളും മക്കളും ഇപ്പോൾ അവർക്ക് വരുമാനമില്ല. അതുകൊണ്ട് ഞാനിപ്പോ സഭയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്ന ദശാംശ സ്വോത്രകാഴ്ചയിൽ എന്നെ പെങ്ങൾക്ക് കൊടുക്കുക. സ്തോത്രം. ആ സുവിശേഷകൻ പറഞ്ഞു, ബ്രദറെ, അതാണോ പ്രമാണം? അവരുടെ പാസ്റ്ററെ, പ്രമാണമൊന്നും പഠിപ്പിക്കണ്ട. പിടിച്ചു വാങ്ങാനും നിർബന്ധിച്ച് വാങ്ങാനോ ഒന്നും പറ്റത്തില്ല. അതിനൊന്നും പുസ്തകത്തിൽ വചനമില്ല. തന്നത് മേടിച്ചോണം, അതിൽ കൂടുതലൊന്നും വേണ്ട. ലഭിക്കുന്ന പണം എങ്ങനെ ചെയ്യണം തീരുമാനിക്കുന്നത് ഞാനും എന്റെ ഭാര്യയുമാണ്. ഇപ്പൊ തൽക്കാലം എന്റെ ആളിയൻ മരിച്ചതുകൊണ്ട് പെങ്ങളും മക്കളും പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ പണം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ആ കർത്തദാസൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, സ്തോത്രം. ഒരു തയ്യൽക്കാരൻ ഒരാൾക്കൊരു ഷർട്ട് തയ്ച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അടുത്ത തയ്യൽക്കടയുണ്ട്. ആ തയ്യൽക്കടയിൽ ഇപ്പൊ തയ്യൽ പണിയില്ല. എന്നാൽ ഇവിടെ തയ്ച്ച് കിട്ടിയ ആ മനുഷ്യൻ ആ തയ്യക്കാരന് പണം കൊടുക്കാതെ അടുത്ത കടയിലെ തയ്യക്കാരനോട് കൊടുക്കില്ലേ, ഇതാ എന്റെ ഷർട്ട് തയ്ച്ച കൂലി എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ അദ്ദേഹം വാങ്ങുമായിരിക്കും. എന്നാൽ ഇദ്ദേഹത്തിനോ പണം കൊടുക്കാതെ ഷർട്ട് കിട്ടുകയല്ല. എങ്കിലും ഒരുവൻ വേല ചെയ്തുവെങ്കിൽ മറ്റൊരുവനല്ല അതിന്റെ അത് പ്രാപിക്കേണ്ടത്, കൊയ്യേണ്ടത്. സ്തോത്രം. 10-1 കൊടുക്കുന്നുണ്ടല്ലോ, ബാക്കി 10-9 ഉണ്ടല്ലോ. അത് പെങ്ങൾക്കോ അളിയനോ മരിച്ചുപോയി, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ പ്രമാണം അതിനെ തട്ടുമുട്ടി പറഞ്ഞു പോകുന്നുവെങ്കിൽ അത് ദൈവം നല്ലതല്ല. യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ദശാംശ സ്തോത്രങ്ങളോട് വഴിപാടിലേക്ക് പോവുകയല്ല പ്രിയമുള്ളവരെ. ഒരു കാര്യം ഓർത്തുകൊള്ളുക. സ്തോത്രം. ദൈവാലയത്തിൽ അത് പറഞ്ഞു വന്നത്, ദൈവാലയം പോകുമ്പോൾ എന്റെ കാല് സൂക്ഷിക്കുക. തത്രപ്പെട്ടൊന്നും കയറി പറഞ്ഞു കളയരുത്. പക്ഷെ അത് കൊടുത്തില്ലെങ്കിലോ നോക്കുക, അത് വേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകിയാ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയുമരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതിന്. സഭാപ്രസംഗങ്ങൾ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ
6 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും വരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കരുത്. ഇറങ്ങി വരാം. കായീൻ യാഗം കഴിക്കാൻ പോയതാ. യാഗം കഴിച്ച കായീൻ കൊലപാതകനായി മാറി. കൊലപാതകനായി മാറിയ കായീനോട് ദൈവം ചോദിക്കുക, നിന്റെ അനുജനെന്തിയെ? കായീൻ പറഞ്ഞത് കള്ളത്തരമാണ്, പച്ചക്കള്ളം, നുണ, സ്തോത്രം, കപടത, വ്യാജം, പോഷ്ക്. ദൈവത്തോട്, അത്യുന്നതനായ ദൈവത്തോട് പറയുവാൻ യാതൊരു മടിയുമില്ലാതെ ദൈവം മുമ്പാകെ പറയുക മാത്രമല്ല, ദൈവത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞാനെന്താ എന്റെ അനുജന്റെ കാവൽക്കാരനാണോ? സ്തോത്രം. നിന്റെ അനുജനായ ഹാബേൽ എവിടെ ചോദിച്ചത്? ഞാൻ അറിയുന്നില്ല. അറിയില്ലേ കായീനെ നിനക്ക്? ഇന്ന് പലരും പറയുന്നത്, ചോദിക്കുന്നത് പറഞ്ഞാൽ അറിയില്ലേ? അറിയാം, അറിഞ്ഞവരാണ്, കണ്ടതാണ്. എന്നിട്ടും അറിയില്ല എന്ന് പറയുന്നവർ ഓർത്തുകൊള്ളുക, അവർ ദൈവം പാകെ പറയുന്ന ആ വാക്കിന് കണക്ക് കൊടുക്കേണ്ടി വരും. തിരുവചനം പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഏതൊരു നിസ്സാര വാക്കിനെന്ത് ചെയ്യും? കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. അവിടെ പറഞ്ഞു നിർത്തി ഇല്ല. പിന്നെ ദൈവം പറയുകയാണ്, അതിനെ പറഞ്ഞത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞതിനോട് പറയാം, നിന്റെ അനുജന്റെ രക്തം നിലവിളിക്കുന്നു കുഞ്ഞേ. സ്തോത്രം. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം ശപിക്കപ്പെട്ടു. നീ ശാപഗ്രസ്തനായി. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും എന്ന് പറഞ്ഞു. അന്നേരം കായീൻ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, കായീനോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. അന്നേരം പറയുന്നത് ഞാൻ തെറ്റിപ്പോയത്. അതിന് മുമ്പെല്ലാം വീറോടെ നിൽക്കുക, തെളിവ് സംഹിതം. അതുകൊണ്ട് ആ തിരുവനന്തപുരം, ഭൂമി നിന്നോട് എതിർത്ത് നിൽക്കും, ആകാശം നമുക്ക് ആകാശം ഉത്തരമരുളും, കട്ടളപ്പടിയും കുറുപടിയും എല്ലാം പറയും. സ്തോത്രം. ഇന്ന് തെളിവില്ലാത്തത് വീഡിയോ പിടിച്ചിട്ടുണ്ടോ ചോദിക്കും. അതെ, അടിയോ അണ്ടതിന്റെയും മറ്റു കപടതയുടെയും ഒന്നും വീഡിയോ ഇല്ല പ്രിയമുള്ളവരെ. എന്നാൽ സ്വർഗത്തിലൊരു വീഡിയോ പിടിച്ചിട്ടുണ്ട്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ ദൈവം പറയാണ്, നിന്റെ അനുജന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. നീയല്ലേ പറഞ്ഞ എനിക്ക് അറിയത്തില്ലെന്ന്? ഇപ്പം പറയാ ഞാൻ ഒരു തെറ്റ് വീഴുന്നു. നേരത്തെ സംബന്ധിച്ചെങ്കിൽ ഒരു പരിധി വരെ സ്തോത്രം കായീൻ രക്ഷപ്പെട്ടു പോയേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്തത് നമുക്കാണ്, അതുപോലെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. അടുത്തത് ജോസഫിന്റെ സഹോദരന്മാർ. ഉൽപ്പത്തി പുസ്തകം തന്നെയാണ്, 37-ാം അധ്യായത്തിന്റെ 31 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ. 31 ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ ഇല്ല, ക്ഷമിക്കണമേ, അതിന് മുൻപുണ്ട് റാഹേലും അതുപോലെ പറയും. പിന്നല്ലേ ജോസഫ് വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 34-ാമത്തെ വാക്യം. 32 മുതൽ നമുക്ക് കാണാമെങ്കിലും 31-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകത്തോപ്പിനകത്തിട്ട് അതിന്മേലിരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെ തിരിഞ്ഞു നോക്കി കണ്ടിരുന്നാലും വിഷയം ഇതാണ്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ് ഏശാവുമായുള്ള ബന്ധത്തിൽ അനുഗ്രഹം സൂത്രത്തിൽ തത്രപ്പാടി തപ്പിയെടുത്തേച്ച് അമ്മയുടെ ആനന്ദപ്രകാരം ഓടിപ്പോയി അപ്പൻ അനുഗ്രഹിച്ചും വിട്ടു. സഹോദരൻ ഇല്ലാത്ത സമയത്ത് അപ്പന്റെ പക്കൽ പിന്നെയും വന്നു.
മകൻ മരിക്കാതിരിക്കേണ്ടതിന് അപ്പൻ മകനെ ആശീർവദിച്ച് പറഞ്ഞു വിട്ടു. പറഞ്ഞു, പൊക്കോ, നിന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ പൊക്കോ, അമ്മാച്ചന്റെ വീട്ടിൽ പൊക്കോളാ പറഞ്ഞു. അങ്ങനെ അമ്മാച്ചന്റെ വീട്ടിൽ, അമ്മാവന്റെ വീട്ടിലെത്തിയ, അങ്കിളിന്റെ വീട്ടിലെത്തിയ യാക്കോബ് അവിടെ നല്ല പിള്ളയായി. എങ്കിലും പണി പഴയത് തന്നെയാണ്. യൂണിഫോം മാറിയെങ്കിലും പിന്നെ ജോലി അതൊക്കെ തന്നെയാണ്. അവിടെ എത്തി ഈ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ പുള്ളി ഏറ്റവും നല്ലതിനെ നോക്കും. അദ്ദേഹം എപ്പോഴും നല്ലതിനെ മാത്രം എടുക്കുന്ന വിദ്വാൻ. ലേയ കണ്ണിന് ശോഭ കുറഞ്ഞവളായിരുന്നു, കോങ്കണ്ണിയായിരുന്നു എന്നൊക്കെ പലത് പറഞ്ഞിട്ടുണ്ട്. ലേയക്ക് കണ്ണിന് ശോഭ കുറവുണ്ടായിരുന്നു. എന്നാൽ റാഹേലാകട്ടെ മനോഹര രൂപിണിയായിരുന്നു. കണ്ണിന് കുഴപ്പമില്ലാത്ത റാഹേലിനെ കണ്ടപ്പോൾ യാക്കോബിന് സന്തോഷമായി. ഐ ലവ് യു എന്ന് പറഞ്ഞു. റാഹേൽ തിരിച്ചെന്ന് പറഞ്ഞു എന്നുള്ള എഴുതിയിട്ടില്ല. ഏതായാലും ഇരു കൂട്ടർക്ക് സമ്മതമായി എന്ന് കരുതാം. ലാബാൻ അതറിഞ്ഞു. അദ്ദേഹം തന്നെ ചോദിക്കുന്നത്, മകനെ എന്തോ വേണം? അറിഞ്ഞു. പിന്നെയാ, നീ എന്റെ സഹോദരൻ, എന്നേക്കുള്ളതാ, നീ എന്നോടൊപ്പം ഇവിടെ വേല ചെയ്യുന്നു, വെറുതെ ഇങ്ങനെ വേലെടുക്കാൻ നിനക്ക് എന്നാ വേണം? കൂലി. പറഞ്ഞു, അമ്മാച്ച പ്രത്യേകിച്ച് കൂലിയൊന്നും വേണ്ട, നിന്റെ 2ാമത്തെ മകളെ എനിക്കിഷ്ടം, അവളെ ഇങ്ങനെ നന്നച്ചാകുന്നു. ഓക്കെ, അതിനെന്താ, ഞാൻ വേറൊന്നിന് കൊടുക്കുന്നേക്കാൾ നിനക്ക് തരുന്ന നല്ലത് തന്നെ. അതിനെന്താ വേണം? 7 കൊല്ലം ഞാൻ നിന്നെ സേവിക്കാം. ഓക്കെ, അങ്ങനെ 7 കൊല്ലം സേവിച്ചു. ആ വിഷയം അധികം കിടക്കുന്നില്ല. 2ാമത് പിന്നത്തേതിലും അദ്ദേഹം ഏകദേശം 10-20ഓളം വർഷം യാക്കോബ് അവിടെ പാർത്തു. ഒടുവിൽ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ലാബാനും ലാബാന്റെ മറ്റ് മക്കൾ യാക്കോബിന്റെ അളിയന്മാർക്കും യാക്കോബിനോട് സമാധാനമായി സംസാരിക്കാൻ ഒക്കാതോളം ദേഷ്യത്തിലായി, കലഹത്തിലായി. അങ്ങനെ വന്നപ്പോൾ അവിടുന്ന് പോവുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അവിടെ നിന്ന് തടി കേടാവും. മയ്യപ്പനും അളിയന്മാരും ഒരുപോലെ തിരിഞ്ഞപ്പോ ഈ വിവരം യാക്കോബ് ഭാര്യമാരോട് ഡിസ്കസ് ചെയ്തു. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനെന്താ വിവാഹം കഴിഞ്ഞാൽ നീ ഭർത്താവ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതേ കുറച്ചു നേരം തോന്നുന്നു, ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിൽ പോവാം, ഞങ്ങൾ വരികയെന്ന് തോന്നുന്നു. അങ്ങനെ അവർ അവിടുന്ന് യാത്ര ചെയ്യിക്കുമ്പോൾ ഇളയ മകളായ റാഹേൽ, പുന്നാര മകൾ, ഒരു കാര്യം കൂടെ ചെയ്തു. അവൾ അവിടെ അപ്പന്റെ ഇഷ്ട ദൈവത്തെ കൂടെ എടുത്തോണ്ടാ പോരുന്നത്. അവൾക്കും ആ ദൈവത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. ജീവനുള്ള മഹാദൈവത്തെ ആരാധിക്കുന്ന യാക്കോബിനെയാണ് അവൾ വിവാഹം കഴിച്ചത്. ഇവിടെ യാക്കോബ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തലേ തുണിയിട്ടിരിക്കുമായിരിക്കും. യാക്കോബിനോട് യാഗത്തിന് പോയോന്നല്ല, ഏതായാലും യാക്കോബിനുള്ള സഹവാസവും ജീവിതവും റാഹേലിന് അറിയാമായിരുന്നു. പക്ഷെ അനുഭവത്തിൽ വന്നില്ല, ആ ദൈവത്തെ രുചിച്ചറിഞ്ഞില്ല. നല്ലവന്ന് രുചിച്ചറിവീൻ എന്ന വചനം റാഹേലിന്റെ അകത്ത് കയറിയില്ല. അവളെ രുചിച്ചറിഞ്ഞില്ല, അറിഞ്ഞു, അനുഭവിച്ചില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ആ മഹാദൈവത്തോട് പറഞ്ഞേനെ, എനിക്ക് കുഞ്ഞുങ്ങളെ തരാൻ, ഭർത്താവിനോടല്ല എനിക്ക് മക്കളെ താ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറയേണ്ടത്. മനോഹര രൂപിണി അല്ലെങ്കിലും ലേയ പ്രസവിച്ചു തുടങ്ങി. അവൾ കുഞ്ഞുങ്ങളുമായി ആനന്ദിച്ച് സന്തോഷത്തോടായിരിക്കുമ്പോൾ റാഹേല് കണ്ട് അസൂയപ്പെട്ടു. അങ്ങനെ അസൂയ മൂത്ത റാഹേൽ ഒരു ദിവസം ഭർത്താവായ യാക്കോബിന് പറഞ്ഞു, നീ എനിക്ക് മക്കളെ താ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഞാൻ മരിച്ചു പോകുന്നു, ഞാൻ മരിക്കും. അതുവരെ ഐ ലവ് യു പറഞ്ഞ് ഹണി എന്നൊക്കെ പറഞ്ഞു നടന്ന, ഓക്കെ ബേബി ആർ യു ഓക്കെ ഇതൊക്കെ ചോദിച്ചാണ്. പലപ്പോഴും യാക്കോബ് ചോദിച്ചാണ്, ആർ യു ഓക്കെ ഹണി, ബേബി ആർ യു ഓക്കെ. അങ്ങനെ ഹണിയെന്നും ബേബിയെന്നൊക്കെ വിളിച്ച പുള്ളി ഇപ്പോൾ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ചുരിദാറിന് മുകളിൽ ചുന്നിയോ ആ മേൽവസ്ത്രത്തിനൊക്കെ കൂട്ടിപ്പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ചു അടിച്ചോന്ന് എനിക്കറിയില്ല. ഏതായാലും ദേഷ്യപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ നിനക്ക് മക്കളെ തരാൻ? അതുപോലെ സ്നേഹപുരസരം സംസാരിച്ച, ലേയേക്കാൾ ഇഷ്ടപ്പെട്ട, എല്ലാ തരത്തിലും ആഹ്ലാദചിത്തരായി ഒരുമിച്ച് പാർത്ത യാക്കോബിന്റെ തനി സ്വഭാവം ഇപ്പൊ പുറത്തു വന്നു. അതെ, അതിനെ തൊടുക പോരുത്, ഇട്ടമെന്ന് നീ ഓർത്തുകൊള്ളുക എന്ന യോബിന്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ യാക്കോബിനെ തൊട്ടു. യാക്കോബിന്റെ അകത്തുനിന്ന് പോര് പുറത്തു വന്നു. റാഹേല്
യാക്കോബിന്റെ മറ്റൊരു മുഖം കാണുകയാണ്. അങ്ങനെ പിന്നെ മക്കളുണ്ടായെങ്കിലും പറഞ്ഞത് ജീവനുള്ള ദൈവത്തെ, മഹാദൈവത്തെ, അത്ഭുതങ്ങളുടെ ദൈവത്തെ അവൾ രുചിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു ഊമ വിഗ്രഹത്തെ, അവിടെ അപ്പന്റെ ദൈവത്തെ റാഹേൽ എടുത്തുകൊണ്ട് പോരുകയില്ല. കർത്താവിനോടൊപ്പം താമസം, ഇപ്പോൾ ഒരു മകനായി, ജോസഫായി, അടുത്തത് ബെന്യാമീനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്താണ്, യാത്രാമധ്യയാണ്, അല്ലെങ്കിൽ അടുത്ത മകനൊരു സമയത്താണ് അവർ യാത്ര തിരിക്കുന്നത്. ലാബാൻ വന്നു, രൂക്ഷമായി സംസാരിച്ചു. പക്ഷെ ലാബാനോട് ദൈവം ഇടപെട്ടു, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ മിണ്ടിപ്പോകരുത്. അതുകൊണ്ട് മാത്രം ലാബാൻ പറഞ്ഞു, നോക്കൂ, എന്റെ പക്ക ശക്തിയുണ്ട്, എന്റെ മക്കളുണ്ട്. സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അങ്ങനെയുള്ളവർ പടിവാതിൽ സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. അതുപോലെ പിള്ളേരെയും കൊണ്ടാണ് വന്നിരിക്കുന്ന അദ്ദേഹം. അവരുടെ കൂട്ടുകാരുണ്ട്, നല്ലൊരു ഗുണ്ടാസംഘം വന്നിരിക്കുക. യാക്കോബിന് തട്ടും കൊടുത്ത് അവിടെ എവിടെയെങ്കിലും മൂടിയിട്ടേച്ച് മക്കളെയും കൊച്ചുമക്കളെയും കൊണ്ട് പോകുവാൻ സന്നദ്ധരായി നിൽക്കുകയാണ് ലാബാന്റെ കൂടെയുള്ളവർ. പക്ഷേ അബ്രഹാം ഇസ്ഹാക്കിന്റെ ദൈവമായവൻ, ഭീതിയായവൻ അവനോട് ഇടപെട്ടപ്പോൾ പറയാ, എനിക്ക് നിന്നോട് ദോഷം ചെയ്യാനൊക്കത്തില്ല. അവിടെ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, നീ എന്റെ ദൈവത്തെ കൊണ്ടുവന്നില്ല. അന്നേരം ഞാൻ വിചാരിക്കുന്നു യാക്കോബ് ഒരു ചിരി ചെയ്യണം, ആർക്ക് വേണം നിന്റെ ഈ ഊമ ദൈവത്തെ? അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, ഒരു വടിയോടുകൂടി വന്ന് എന്നെ ഇന്ന് കൂട്ടമാക്കി തിരിച്ചവൻ, എന്നോട് കൂടെയുള്ളപ്പോൾ എനിക്ക് സ്വപ്നം തന്നവൻ, ദൂതന്മാർ കയറിയിറങ്ങി ഞാൻ കണ്ടവനാണ്, അതിന് മുകളിൽ മഹാദൈവം ഇരിക്കുന്നത് കണ്ട ഞാൻ നിന്റെ ഊമ വിഗ്രഹത്തെ കൊണ്ട് പോകുമോ? അമ്മായിയപ്പ, വേണമെങ്കിൽ ഏലിയാവ് പിന്നത്തേതിൽ ബാലിന്റെ പ്രവാചകന്മാരെ പരിഹാസ പുരസ്സരം സംസാരിച്ച പോലെ പരിഹസിച്ചില്ലെങ്കിൽ ആ തരത്തിൽ ഹാസ്യമായിട്ട് യാക്കോബ് ചിന്തിച്ചു കാണുമെന്ന് കരുതുന്നു. കാരണം നീയുള്ള ദൈവത്തെ അറിയുന്നവനാ. അവളൊന്നും നിന്റെ ഈ ഊമ ദൈവത്തെ ആർക്ക് വേണം? തന്നെയല്ല, ഞാൻ സ്വപ്നം കണ്ടു, ആടുകൾ ചനയേൽക്കുമ്പോൾ കറുത്തതും പുള്ളിയുള്ളത് പ്രസവിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ജീവനുള്ള ദൈവത്തെ അറിയുന്ന ഞാൻ നിന്റെ ഊമ ദൈവത്തെ കൊണ്ട് പോരുമോ അമ്മായി അപ്പ എന്ന് ലാബാനോട് ചോദിച്ചു. പറഞ്ഞു, കൂടുതൽ കാര്യമൊന്നും പറയണ്ട, എന്റെ ദൈവം പോയി, നീ എന്റെ മക്കളെയും നീ പോയി, പക്ഷെ ദൈവത്തെ കൊണ്ടുപോയി ശരിയായില്ല. അപ്പൊ പറഞ്ഞു, അങ്ങനെയെങ്കിലും കാര്യം ചെയ്യേ, ആരുമാകട്ടെ എന്റെ കൂടാരം നീ പരിശോധിക്ക്, അതിനകത്ത് നിന്റെ ദൈവത്തെ കിട്ടിയാൽ ആരുടെ കൈവശമുണ്ടോ അവൻ മരിക്കട്ടെ. യാക്കോബ് അനുവാദം കൊടുത്തു. ലാബാൻ കയറി ഇറങ്ങി സെർച്ച് ചെയ്തു. മൂത്തമകൾ ലേയുടെ കൂടാരത്തിൽ, അവിടെ ദാസിയുടെ കൂടാരത്തിൽ എല്ലാം തപ്പിപ്പിറക്കി, അവിടെ മക്കളെ എല്ലാം തപ്പി, സകല പാണ്ടോ അഴിച്ചിട്ട് നോക്കി, ഒന്നും കിട്ടിയില്ല. എന്നുള്ള പോലെ സ്വർണം പിടിക്കുന്ന സ്കാനർ പോലെ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം വെച്ച് നോക്കിയിട്ടെങ്കിലും ഒരു ബീപ് ശബ്ദവും ഇല്ല. അദ്ദേഹം ഉണ്ടെന്ന്. അടുത്ത പുന്നാര മകൾ റാഹേലിന്റെ കൂടാരത്തിലെത്തി. അവിടെ വന്നപ്പോൾ ആളകത്തിരിപ്പുണ്ട്, സാധനം കയ്യിലുണ്ട്. പക്ഷെ പിടിക്കപ്പെട്ടാൽ അവൾ കേട്ടതാണ്, ഞാൻ മരിക്കും. ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെയുള്ളവൾ അവൾ മരിക്കണം. ആണാണ് പെണ്ണാണ്, ആരുടെ പക്കൽ നീ ഇത് കാണുന്നു, അവൻ മരിക്കണം. റാഹേൽ കേട്ടു. ഭർത്താവ് അപ്പനോട് ചെയ്യുന്ന നിയമം അവൾ കേട്ടതുകൊണ്ട് മരണഭീതിയും വന്നു. ദൈവത്തെ വിടാനും വയ്യ, ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഭർത്താവ് കൈവിടുവോ, അപ്പം കൊല്ലുമോ, ഈ ദൈവം സമ്മതിക്കുമോ? ഏതായാലും പിശാച് പോഷ്ക്ക് പറഞ്ഞിട്ട് അപ്പനുമായതുകൊണ്ട്, വിഗ്രഹം അതിൽ വ്യാപരിക അന്ധകാര ശക്തി കള്ളമായതുകൊണ്ടും അവൾ ഉടനെ തന്നെ അതിനെ എടുത്ത് ഒട്ടകക്കോപ്പിന്റെ വെക്കുന്ന സ്ഥലത്ത് ഇട്ടു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ എന്നാൽ റാഹേൽ വിഗ്രഹങ്ങൾ 31-ാം അധ്യായം 34-ാമത്തെ വാക്യം, എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മുകളിലാണ് റാഹേൽ ഇരിക്കുന്നത്. ഈ മണ്ട്
പെണ്ണിന് മനസ്സിലായില്ലേ? അവൾ മണ്ടയ്ക്ക് കയറിയിരിക്കാൻ ദൈവത്തിന്റെ മണ്ടയ്ക്ക് ഇരുന്ന പറ്റുമോ? ദൈവത്തെ കുടിയിരുത്താൻ ഒരു മനുഷ്യന് കഴിയുമോ? അപ്പനകത്ത് വന്നു പരിശോധിക്കാൻ വന്നപ്പോൾ അവൾ ഇരിക്കുകയാണ്. ബഹുമാന പുരസ്സരം എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ അപ്പൻ അതിനകത്ത് തപ്പും, തപ്പിയാൽ പിടിക്കപ്പെടും. അതുകൊണ്ടൊരു കള്ളമൊളു നുണ, നട്ടാൽ കുറുക്കാത്ത നുണ, പച്ചക്കള്ളം, വ്യാജം അടിച്ചു വിട്ട് പറഞ്ഞു, അപ്പാ ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് എഴുന്നേക്കാൻ ഇങ്ങനെ സമയത്ത് എഴുന്നേക്കാൻ ഒക്കാത്തൊരു സംവിധാനം എന്റെ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കുക അപ്പാന്ന് പറഞ്ഞു. അപ്പൻ അവിടെ വിട്ടുപോയി. അവൾ രക്ഷപ്പെട്ടു. അറിയില്ല എന്നും എന്റെ പക്കലില്ല എന്നും റാഹേൽ കള്ളം പറഞ്ഞു, ഹോഷ്ക്ക് പറഞ്ഞു, നുണ പറഞ്ഞു. അനന്യാസും സഫീറായും നുണ പറഞ്ഞ് മരിച്ചു പോയതുപോലെ അവൾ ഏതൊരു വിഷയത്തിന്മേൽ നുണ പറയുവാൻ ഇടയായി തീർന്നു. അതിന്റെ പരിണത ഫലമാണ് ഗർഭം. പറഞ്ഞ സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു, എനിക്ക് എഴുന്നേക്കാൻ കഴിയത്തില്ലപ്പാ. പ്രിയമുള്ളവരെ, നാം കാണുന്നത് പിന്നത്തേതിൽ സിയോൻ യാത്രയതിൽ മുന്നോട്ട് വന്നതായ റാഹേൽ വഴിയരികിൽ പ്രസവിക്കുകയാണ്. ബെന്യാമീനെ പ്രസവിക്കുകയാണ്. വേദന കൊണ്ട് അവൾ പുളയുകയാണ്. വേദനയോടെ ബെന്യാമീനെ അവൾ പ്രസവിച്ചു. അവിടെ പ്രസവം എടുത്തു പറഞ്ഞു, റാഹേലേ, കൊച്ചമ്മേ, യജമാനത്തെ നീ വിഷമിക്കരുത്, ഭാരപ്പെടണ്ട. നിന്റെ വേദന ഇത്രയും കൂടുവാൻ കാരണം നിനക്കൊരു പുരുഷ സന്താനമാണ് ഉണ്ടായത്. നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ, നോക്കൂ എന്ന് പറഞ്ഞ് മകനെ എടുത്തു കാണിക്കുവാൻ ആ വയറ്റാട്ടി കുഞ്ഞിനെ എടുത്ത് റാഹേലിന്റെ മുഖത്തോട് അടുപ്പിച്ചപ്പോ വയറ്റാട്ടി കണ്ടത് കുഞ്ഞിനെ കാണുവാൻ കഴിയാതെ കണ്ണുകൾ അടഞ്ഞു പോയ മരണമടഞ്ഞ റാഹേലിനെയാണ്. ആ സ്ത്രീ അലച്ചുകൂവി നിലവിളിച്ചു. ഹല്ലേലൂയ. ആളുകൾ ഓടിക്കൂടി. ആ മരിക്കുന്ന സമയത്ത് ബെനോനി എന്ന് വിളിച്ചു, ബെന്യാമീൻ പേരിട്ടു. അവളെ അടക്കാൻ വന്നു. യാക്കോബ് അടക്കുവാൻ വന്നു. വിലപിടിപ്പുള്ളതെല്ലാം എടുത്ത് അവളോട് ചേർത്ത് സ്നേഹപുരസ്സരം അവളെ അടക്കുവാൻ വന്നു. നോക്കുമ്പോഴാണ് യാക്കോബ് അവിടെ വസ്തുവകകളെല്ലാം അവൾക്കുള്ളതായ ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ബാഗിൽ നിന്ന് സൂട്ട്കേസ്, അതുപോലെ ഇന്നത്തെ സൂട്ട്കേസിന് പകരമുള്ള യാത്രാക്കോപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ കാണുന്നു ലാബാന്റെ വീട്ടിലെ ഊമ വിഗ്രഹം. അമ്മായിയപ്പൻ തപ്പി വന്ന ഊമ വിഗ്രഹം ലാബാന്റെ യാത്രാക്കോപ്പിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ ആത്മാവിൽ ദർശിച്ചു. യാക്കോബ് നിലവിളിച്ചു, പ്രിയേ, ഈ ഊമ വിഗ്രഹം നിമിത്തമാണ് നീ ഇന്ന് മരിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു, അത് ആരുടെ പക്കൽ കാണുന്നുവോ അവൾ മരിക്കണം. ഞാൻ പറഞ്ഞത് ദൈവത്തെ സാക്ഷി നിർത്തിയാണ്. ആ പറഞ്ഞതിൻപടി എന്റെ പ്രിയേ, നീ മരിച്ചുവല്ലോ. വിലാപത്തോടെ യാക്കോബ് റാഹേലിനെ കുഴിച്ചിട്ടത് പ്രിയമുള്ളവരെ വഴിയേറിയുകയാണ്. ഒരു കല്ലം വെച്ച് യാക്കോബിന്റെ വഴിക്ക് പോയി. എന്നാ കാര്യം? നല്ലൊരടക്കം റാഹേൽ ലഭിച്ചില്ല. ഭക്തന്മാർ മരിക്കുമ്പോൾ അടക്കം പോലെ അടക്കം ലഭിച്ചില്ല. മനോഹര രൂപിണി അല്ലെങ്കിലും കണ്ണുകൾക്ക് ശോഭ നിറഞ്ഞ ലേയായുടെ മരണത്തിൽ ലഭിച്ചൊരടക്കം പോലെ സ്തോത്രം റാഹേലിനടക്കം കിട്ടിയില്ല. അവരുടെ അവർക്ക് ലഭിച്ചതായ ബാല്യക്കാരത്തികളെ അടക്കിയപ്പോൾ അവർ പിന്നത്തിൽ യാക്കോബിന്റെ ഭാര്യമാരായെങ്കിലും അവരെ അടക്കിയ പോലെ അടക്കം റാഹേൽ ലഭിച്ചില്ല. കാരണം എന്താ? അവൾ പറഞ്ഞു, എനിക്കറിയത്തില്ല.
ഇത് തന്നെയാ കാര്യം പറഞ്ഞത്. സ്തോത്രം. എന്താ കാര്യം? അതുകൊണ്ട് ഒരിക്കലായി ഭാരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് വിട്ടുകളയുവാൻ ഇടയാകരുത്. വിശ്വാസ സംബന്ധമായിട്ട് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അക്കരെ നാട്ടിൽ എത്തിച്ചേർത്തില്ല. എന്നാൽ സ്തോത്രം, ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉലകിലെല്ലാരും പ്രതികൂലമായാലും ഉലയുകയില്ല, ഞാൻ പതറുകില്ല. ഉயிருള്ള നാളെല്ലാം ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൻ വേല ചെയ്യും. ഉயிருള്ള നാളെല്ലാം ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൻ വേല ചെയ്യും. അതുകൊണ്ട് ചേർന്ന് പാടാം, ദൈവകൃപയെ ശരണപ്പെടാം. ആണികളേറ്റ പാണികളാലേ, ആണികളേറ്റ പാണികളാലേ, അനുദിനം അവൻ നമ്മെ നടത്തിയിടുമേ. ആ വരികൾക്ക് ഞാൻ വ്യത്യാസം വരുന്നു. അനുദിനം അവൻ നമ്മെ നടത്തിയിടുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൃപയെ ശരണപ്പെടുന്നു. അടിയങ്ങളുടെ പക്കൽ ഭാരമേൽപ്പിച്ചിട്ട് വിശ്വാസം വേണ്ടി പോരാടുവാൻ കൃപ തരണമേ. പിശാചിനിടം കൊടുക്കുവാൻ ഇടയാകരുതേ. കർത്താവേ, ഈ സംഭവിച്ചത് അനേകർ സംഭവിച്ചതെല്ലാം ഞങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടിയങ്ങളെല്ലാം കണ്ട് ഓടുവാൻ, ഒഴിയുവാൻ, രക്ഷപ്പെടാൻ, നിത്യത്തെ കാണുവാൻ ഇടയാകണം. വചനം കേട്ടവരെയും കർത്താവ് സഹായിക്കണമേ. ഓരോ താമസങ്ങൾ പിന്നെ ഒരുമിച്ച് മഹത്വപ്പെടുത്താൻ ഇടയാകണമേ. മഹത്വം, മാനം, പുകഴ്ചയെല്ലാം കേൾക്കുന്നു. യേശു പോലെ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. എല്ലാവർക്കും വന്ദനം. എളിയവനെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ. പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്മ ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. ഗോഡ് ബ്ലെസ് യു ആൾ.